കിച്ചൻ്റെ കബോർഡ്സ് എല്ലാം കംപ്ലൈൻ്റ് ആയപ്പോഴാണ് വീടൊന്ന് റെനോവേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. 2013 ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കിച്ചൺ ഇങ്ങനെയായിരുന്നു. കബോർഡ്സ് മാത്രം മാറ്റാനുള്ള തീരുമാനത്തിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ഫുള്ളായിട്ട് പൊളിച്ചു മാറ്റി ഒരു ന്യൂ ലുക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു തീരുമാനമെടുത്തു. ഗ്രാനൈറ്റിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലാതിരുന്നപ്പോൾ നമുക്ക് പൊളിക്കുമ്പോൾ നല്ല സങ്കടമൊക്കെ തോന്നിയിരുന്നു. കിച്ചണിൽ സ്ഥല സൗകര്യം കുറച്ച് കുറവായതുകൊണ്ട് പുറത്തൊരു സ്റ്റോർ റൂം എടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു മുരിങ്ങാമരം ഉണ്ടായിരുന്നു, അത് കളയേണ്ടി വന്നു. സ്റ്റോർ റൂമിൻ്റെ 2 സൈഡിലേക്കും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള 2 സൈഡിലും ഡോറ് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൻ്റെ പുതിയ ലുക്ക്. വാള് ഫുള്ള് ടൈലാണ് ഇട്ടിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടുമെന്ന് എന്നോട് പലരും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു GTPT വെച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു എല്ലാ സാധനങ്ങളും വെക്കാനുള്ളൊരു സംഭവം വെച്ചു. പിന്നെ ഇവിടുത്തെ ഈ ഒരു കോർണറിലാണ് ഞാൻ പാൻ ഹോൾഡർ വെച്ചിട്ടുള്ളത്. പിന്നെ ഇൻഡക്ഷൻ കുക്കറും ഫ്രയറും ഓവനും ഡിഷ് വാഷറും എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെ, ഫ്രിഡ്ജും എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെ സെറ്റ് ചെയ്തു. പിന്നെ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. സാധനങ്ങളെല്ലാം മാക്സിമം ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഫ്രിഡ്ജ് പോരാത്തത് കൊണ്ട് ഞാനൊരു സ്റ്റോർ റൂമിൽ ഒരു ഫ്രിഡ്ജ് കൂടെ വെച്ചു. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുള്ളായിട്ട് കബോർഡ്സാണ്. ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹിഡൻ ആയിട്ട് നമ്മളെ ബ്രൂമും മോപ്പും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏരിയ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ കിച്ചണിനകത്ത് ടോൾ യൂണിറ്റ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ കുറച്ച് സ്ഥലത്തിൻ്റെ ഒരു കുറവുള്ളത് കാരണം ഞാൻ ടോൾ യൂണിറ്റ് ഇവിടെ തന്നെ സെറ്റ് ചെയ്തത്, ഫ്രിഡ്ജിനടുത്ത് തന്നെ. പിന്നെ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനൊരു ഷെൽഫ് വലുതായിട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു അടുപ്പും ഒരു സിങ്കൊക്കെ വെച്ചിട്ട് ഒരു വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്തു. അത്യാവശ്യത്തിന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ഹോൾഡറും GTPT ഒക്കെ വെച്ചു. പിന്നെ ഞാൻ ഇവിടെ ഹിഡൻ ആയിട്ടാണ് എൻ്റെ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ കവർ ചെയ്ത് വെച്ചു. കാരണം അതെപ്പോഴും നമ്മളിങ്ങനെ പുറത്ത് തുറന്ന് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് കവർ ചെയ്ത് വെച്ചു. ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറ് വെച്ചു. ആ സൈഡിലും ഒരു ഡോറ് വെച്ചതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വലിയ കൺജസ്റ്റഡ് ഫീൽ ഇല്ല, പുറത്തുനിന്ന് ശരിക്കും വരാൻ പറ്റും. എന്നെപ്പോലെ ഡിസൈനറൊന്നുമില്ലാതെ കിച്ചൺ സെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുണ്ട്. പക്ഷെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കിച്ചന്? ഇഷ്ടപ്പെട്ടോ? ഞാൻ ഹാളിലെയും ബെഡ്റൂമിൻ്റെയും എല്ലാം വീഡിയോ ഞാൻ നെക്സ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ.